Hi learners! അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറി എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു 18th സെഞ്ച്വറീൻ്റെ അതേ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. 3 സെക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് സെക്ഷൻ അനോട്ടേഷൻ, പിന്നെ ഷോർട്ട് എസ്സേ, പിന്നെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു 18th സെഞ്ച്വറിയിൽ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പോംസ് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു 18th സെഞ്ച്വറിയിൽ ആകെ 7 പോംസേ ഉള്ളൂ. അപ്പം അനോട്ടേഷന് ചോദിക്കുമ്പം 7 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഓരോ പോംസിനായിരിക്കും. അപ്പോൾ ഒരു 4 പോംസ് പഠിക്കുന്ന ആൾക്ക് 4 എണ്ണം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടെ പോംസ് കൂടുതലാണ്. അപ്പോൾ ഒന്നും കൂടെ പോംസ് മെമ്മറബിൾ ആവണം. പോംസ് ഒന്നും കൂടെ വായിച്ച് മെമ്മറബിൾ ആക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ അനോട്ടേഷൻ സെക്ഷൻ ഇസ്: We too will lie in the shadow of that living mystic tree, within whose secret growth the dove is sometimes felt to be. ഓക്കെ, അപ്പോൾ ഇത് ഡാൻ്റെ ഗബ്രിയൽ റോസറ്റിയുടെ ദ ബ്ലെസ്ഡ് ഡെമോസൽ എന്ന് പറയുന്ന പോമിലെ ലൈൻസാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഹെവനിൽ ട്രാപ്പായിപ്പോയൊരു വുമണും ഏർത്തിൽ ട്രാപ്പായിപ്പോയൊരു മാനും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി പോലെയാണ്. അപ്പോൾ ഇത് ആ വുമണിൻ്റെ ലൈൻസാണ്. വി ടു വിൽ ലൈ ഇൻ ദ ഷാഡോ ഓഫ് ദാറ്റ് ലിവിങ് മിസ്റ്റിക് ട്രീ. ഒരു ലിവിങ് മിസ്റ്റിക് ട്രീൻ്റെ ഷാഡോയിൽ നമ്മൾ രണ്ടുപേരും വിൽ ലൈ ഡൗൺ. വിത്തിൻ ഹൂസ് സീക്രട്ട് ഗ്രോത്ത് ദ ഡോവ് ഇസ് സംടൈംസ് ഫെൽ ടു ബി. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഗ്രോത്തിൽ, ആ ട്രീൻ്റെ ഒരു സീക്രട്ട് ഗ്രോത്തിൽ ചിലപ്പോൾ ഒരു ഡോവിൻ്റെ ഒരു എഫക്റ്റ് വരും. ഡോവിന് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോവ് എന്നിവിടെ പറയുന്നത് അതൊരു ഹോളി സ്പിരിറ്റിന്, ഗോഡിനൊക്കെ ഉള്ളൊരു ക്രിസ്ത്യൻ സിമ്പലാണ് ഡോവ്. ഓക്കെ, അപ്പോൾ ഒരു ഹോളി ഫീലിംഗ് ഉണ്ടാവും എന്ന് പറയുകയാണ്. സോ ദീസ് ആർ ദ ലൈൻസ് ഫ്രം ദ പോം ദ ബ്ലെസ്ഡ് ഡെമോസൽ ബൈ ഡാൻ്റെ ഗബ്രിയൽ റോസറ്റി. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ബലാഡ്. ഇതൊരു ബലാഡാണ്. ദിസ് ബലാഡ് നരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ദ ലവ് ബിറ്റ്വീൻ എ വുമൺ ട്രാപ്ഡ് ഇൻ ഹെവൻ ആൻഡ് എ മാൻ സ്റ്റക്ക് ഓൺ എർത്ത്. ഇൻ ദീസ് ലൈൻസ് ദ ഡാംസൽ കണ്ടിന്യൂസ് ടു ഫാൻറ്റസൈസ് ഹെർ. ഡാംസൽ എന്ന് പറഞ്ഞാൽ ഒരു യങ് അൺമാരീഡ് വുമൺ. സോ ആ വുമണ് അവളെ തന്നെ ഫാൻറ്റസൈസ് ചെയ്യാണ്, ആ വേറൊരു ലോകത്ത് ലിവിങ് മിസ്റ്റിക് ട്രീൻ്റെ അണ്ടറിൽ ലൈങ് ചെയ്യുന്നത് പോലെ. നൗ ഷീ ആൻഡ് ഹെർ ലവ്ഡ് വിൽ ബി ലൈങ് അണ്ടർ എ ലിവിങ് മിസ്റ്റിക് ട്രീ. This is a reference to the biblical description of the tree of life. ഓക്കെ, ബൈബിളിൽ ട്രീ ഓഫ് ലൈഫിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, ലൈഫ് ഇസ് എ ട്രീ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്നൊരു റെഫറൻസ് എടുത്തിട്ടാണ് ഈ ലൈൻസ് വരുന്നത്. ഇൻ ദാറ്റ് ട്രീ ദ യങ് വുമൻ ടെൽസ് അസ് the dove, a Christian symbol of God or the Holy Spirit, is sometimes felt to be. അപ്പോൾ ആ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു, ഒരു പ്രസൻസ് ഫീൽ ചെയ്യും എന്ന്. Now second one. She walks in beauty like the night of cloudless climes and starry skies, and all that's best of dark and bright meet in her aspect and her eyes. So this is from the poem She Walks in Beauty by Lord Byron. It was written in 1814 and first published in 1815. This poem praises and seems to sketch out the beauty of a particular woman. അപ്പോൾ ഒരു വുമൻ്റെ ബ്യൂട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു പോമാണ് ഷീ വാക്സ് ഇൻ ബ്യൂട്ടി. ദ സ്പീക്കർ കമ്പയർസ് ദിസ് ഓൾമോസ്റ്റ് ഡിവൈൻ ലൈക്ക് വുമൻ ടു എ ലവ്ലി നൈറ്റ് വിത്ത് എ ക്ലിയർ സ്റ്റാറി സ്കൈ. അപ്പോൾ സ്പീക്കർ ഈ ഒരു ലൈൻസിൽ ഈ ബ്യൂട്ടീനെ ഒരു സ്റ്റാറി സ്കൈ, ഒരു ക്ലിയർ നല്ലൊരു സ്കൈയിനോട് ഇക്വേറ്റ് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഓക്കെ, അതാണ് ഷീ വാക്സ് ഇൻ ബ്യൂട്ടി ലൈക്ക് ദ നൈറ്റ് ഓഫ് ക്ലൗഡ്ലെസ് ക്ലൈംസ് ആൻഡ് സ്റ്റാറി സ്കൈസ്. ക്ലൗഡ്ലെസ് ക്ലൈംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൗഡ്ലെസ് ക്ലൈമറ്റ്, അങ്ങനെ മൂടിക്കിടക്കാത്തൊരു ക്ലിയർ ക്ലൈമറ്റ്, ആകാശത്ത് മൊത്തം സ്റ്റാറുകളുള്ള സ്റ്റാറി സ്കൈസ് ആണ്. ദ സ്പീക്കർ കമ്പയർസ് ദിസ് ഓൾമോസ്റ്റ് ഡിവൈൻ ലൈക്ക് വുമൻ ടു എ ലവ്ലി നൈറ്റ് വിത്ത് ക്ലിയർ സ്റ്റാറി സ്കൈ. Given that Byron met Mrs. Wilmot while she was in mourning, this darkness could also point to her emotional state of being at the moment. അപ്പോൾ ബൈറണ് മിസ്സസ് വിൽമോണ്ടിനെ മീറ്റ് ചെയ്തത് അവൾ മോൺ ചെയ്യുന്ന നേരത്താണ്, അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഡാർക്ക്നെസ് അതിനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദിസ് ഡാർക്ക്നെസ് കുഡ് ഓൾസോ പോയിൻറ്റ് ടു ഹെർ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അറ്റ് ദ മൊമെൻറ്റ്.
Her beauty is described as a harmonious meeting between darkness and light. അപ്പോൾ ഡാർക്ക്നെസ്സും ലൈറ്റും തമ്മിലൊരു ബ്യൂട്ടിഫുൾ മീറ്റിംഗ് പോലെയാണ് അവളുടെ ബ്യൂട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷീ വാക്സ് ഇൻ ബ്യൂട്ടി എന്ന് പറയുന്ന പോമിലെ ലൈൻസാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ലൈൻസ് തന്നെയാണ് ഈ ലൈൻസ്. 3 സ്റ്റാൻഡുള്ള ചെറിയൊരു പോമാണത്. ബൈറൻ്റെ കസിൻ മിസ്സസ് വിൽമോണ്ടിനെ കണ്ടതിന് ശേഷം അവളെ പറ്റി എഴുതുന്ന ഒരു പോമാണിത് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ബൈറൻ്റെ ആ കസിൻ വിൽമോണ്ട് ധരിച്ചിരുന്നത് ബ്ലാക്ക് ഡ്രസ്സാണ്, ബ്രൈറ്റ് ബാംഗിൾസ് ഒക്കെയാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് പോംസിൽ. പല റൈറ്റേഴ്സും പല ക്രിറ്റിസിസ്റ്റുകളും അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡാർക്ക്നെസ്സും ലൈറ്റും മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബാംഗിൾസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടും, ബട്ട് ബ്ലാക്ക് ഗൗണാണ് ധരിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോം. The shadow of the dome of pleasure floated midway on the waves. Where was heard the mingled measure from the fountain and the caves. So this is from the poem Kubla Khan. Khan എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, കുബ്ല ഖാൻ. ഓക്കെ, there was a mistake. Kubla Khan by S.T. Coleridge. The poem describes Xanadu, the palace of Kubla Khan, a Mughal emperor. The setting of the emperor's palace is described as a pleasure dome. അപ്പം മുഗൾ എംപറർ കുബ്ല ഖാനെ പറ്റിയാണ് S.T. കോളറിഡ്ജിൻ്റെ പോമിൽ വരുന്നത്. അപ്പോൾ കുബ്ല ഖാൻ്റെ പാലസ് സെനാഡു ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിംഗ്, ആ പാലസിൻ്റെ ഒരു സെറ്റിംഗ് വരുന്നത് ഇറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്ലഷർ ഡോം. ഒരു പ്ലഷർ ഡോം ആയിട്ടാണ് പാലസിനെ പറയുന്നത്. ദ പാലസ് ആൻഡ് ഇറ്റ്സ് പ്ലാന്റ് ഗാർഡൻസ് ആർ സെറ്റ് ഇൻ കോൺട്രാസ്റ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് വിച്ച് ഇസ് വൈൽഡ്, അൺടേംഡ് ആൻഡ് മിസ്റ്റീരിയസ്. ഒരു വൈൽഡ്, അൺടേംഡ്, മിസ്റ്റീരിയസ് അപ്പിയറൻസ് ആണ് ആ ഒരു പാലസിനുള്ളത്. ഡോം എന്ന് പറയുന്നത് എന്തിനാ, ഈ ഒരു കുബ്ബ പോലൊക്കെ ഉള്ള സംഭവത്തിന്. ഇപ്പോൾ പ്ലഷർ ഡോം എന്നിവിടെ ഉദ്ദേശിച്ചത് ഒരാൾക്ക് കാമായിട്ട് റിലാക്സ് ചെയ്തിട്ട് നല്ല പ്ലഷറോട് കൂടിയൊക്കെ നിൽക്കാൻ പറ്റിയൊരു പ്ലേസ്. ഓക്കെ, സോ ഈ ലൈൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. Now we rise up and zoom out, looking across the dome of pleasure and the shadow it is casting on the ocean. A dome of pleasure ൻ്റെ ഒരു ഷാഡോ ഓഷ്യനിലുണ്ട്. Coleridge is starting to have fun here, taking all the elements he has introduced so far and scrambling them together. അപ്പോൾ പല പല എലമെൻറ്റ്സ് പറഞ്ഞു, അതൊക്കെ ഒരുമിച്ച് സ്ക്രാമ്പിൾ ചെയ്യാണ് കോളറിഡ്ജ് ഈ ഒരു ലൈൻസിലൂടെ. ഹീസ് സ്റ്റാർട്ടിങ് ടു ഹാവ് ഫൺ ത്രൂ ദീസ് ലൈൻസ്. In just 4 lines we get the waves, caves, fountains, dome, അങ്ങനെ ഡിഫറെൻറ്റ് സംഭവങ്ങൾ ചുരുങ്ങിയ ലൈൻസിൽ ഒരുമിച്ച് പറയുകയാണ് കോളറിഡ്ജ്. Everything is mixed up, including the different sounds of the river, which makes a mingled measure. അപ്പോൾ എല്ലാം മിക്സഡ് അപ്പ് ആണ്. ഇപ്പോൾ കേവ്സ്, ഫൗണ്ടെയിൻസ്, വേവ്സ് എല്ലാം മിക്സഡ് അപ്പ് ആണ്. അതുപോലെ തന്നെ റിവറിൽ നിന്നുള്ള ഡിഫറെൻറ്റ് സൗണ്ട്സ് എല്ലാം അതിനെയും ഇതിനെയും ആവാം മിംഗിൾഡ് മെഷർ എന്ന് പറയുന്നുണ്ട് അതിൽ. ഓൾ ദിസ് മിംഗ്ലിംഗ് ഷോസ് അപ്പ് ഇൻ ദ റൈം ആൻഡ് ദ മീറ്റർ ഓഫ് ദ പോം ടു. അപ്പം ഈ ഒരു മിംഗ്ലിംഗ്, അവിടെ ഒരു മിംഗ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോമിലും അതുപോലെ റൈമിൻ്റെയും മീറ്ററിൻ്റെയും ഒക്കെ ഒരു മിംഗ്ലിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ദീസ് ലൈൻസ് മേക്ക് എ ഗുഡ് എക്സാമ്പിൾ. Now they do have an even rhyme scheme. Just look at the last words in each line. Pleasure, waves, measure, caves. അപ്പോൾ എ ബി റൈം സ്കീമാണ് അവിടെ വരുന്നത്. ഓക്കെ, എ ബി റൈം സ്കീമാണ്. But this is different from most of the rest of the poem, which uses all kinds of other rhyme schemes. അപ്പം മറ്റ് rest of the poem പല ടൈപ്പ് ഓഫ് റൈം സ്കീമാണ്. ഈ ലൈൻസ് മാത്രം എ ബി റൈം സ്കീമാണ്. Plus these 4 lines have a varying number of syllables. There really is a kind of music in this poem, but it is strange, irregular and basically a mingled measure. പോമിൻ്റെ മ്യൂസിക്കും ഒക്കെ മിംഗിൾ മെഷറാണ്. പോയിട്ട് പറയുന്ന ആ മിംഗിൾ മെഷർ സൗണ്ട്സ് പോലെ തന്നെ പോം തന്നെ ഒരു മിംഗിൾഡ് മാനറിലാണ്, മിക്സപ്പ് ആയതുപോലെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ദ ഷാഡോ ഓഫ് ദ ഡോം ഓഫ് പ്ലഷർ ഫ്ലോട്ടിംഗ് മിഡ് വേ ഓൺ ദ വേവ്സ്. അപ്പോൾ ആ വേവ്സിൽ ഈ ഡോം ഓഫ് പ്ലഷറിൻ്റെ ഷാഡോ കാണുന്നുണ്ട്. Where we heard the mingled measure from the fountain and the caves. അവിടെ തന്നെ ഒരു മിംഗിൾ മെഷർ, മിംഗിൾ സൗണ്ട് കേൾക്കാം ഫൗണ്ടെയിനിൽ നിന്ന്. ഫൗണ്ടെയിൻ മീൻസ് വെള്ളച്ചാട്ടത്തിൽ നിന്നും, എന്നാൽ കേവ്സിൽ നിന്നും, ഗുഹകളിൽ നിന്നൊക്കെയുള്ള സൗണ്ട്, പല ടൈപ്പ് ഓഫ് സൗണ്ടുകൾ മിക്സ് ആയിട്ട് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഓഥറിൻ്റെ കോളറിഡ്ജിൻ്റെ പോയറ്റിക് സ്റ്റൈലും അതാണ്. ഇതിൽ പല ടൈപ്പ് ഓഫ് റൈം സ്കീംസും കാര്യങ്ങളും വേർഡ്സൊക്കെ മിക്സപ്പായി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ.
My name is Ozymandias, king of kings. Look on my works, ye mighty and despair. അപ്പോൾ ഇത് PB ഷെല്ലിയുടെ ഒസിമാൻഡിയാസ് എന്നുള്ളതാണ് അല്ലേ. Ozymandias is an irregular sonnet and is probably Shelley's most famous poem. The poem is a recollection of the speaker having met a traveler who hails from an antique land. Ozymandias ഒരു സ്പീക്കറിൻ്റെ ഒരു റീകളക്ഷനാണ് ആ ഒരു പോം. ഒരു സ്പീക്കർ ഒരു ലാൻഡ്, ഒരു ഡെസേർട്ട് ലാൻഡിലെത്തിയിട്ട് ഒരു സ്റ്റാച്യൂവിൻ്റെ പാർട്സൊക്കെ കണ്ടിട്ട് അതിനെപ്പറ്റിയൊക്കെ പറയുന്നതാണ്. ഓക്കെ, സോ ഹി കംസ് ഫ്രം ആൻ ആൻറ്റിക് ലാൻഡ്. This traveler tells the speaker a story about the ruins of a statue of an Egyptian pharaoh in the desert where he belongs to. അപ്പോൾ ഈ ട്രാവലർ പറയുകയാണ് ഒരു ഈജിപ്ഷ്യൻ ഫറോവിൻ്റെ ഒരു സ്റ്റാച്യൂവിൻ്റെ പാർട്സ് ഡെസേർട്ടിൽ നിന്ന് കണ്ടതിനെ പറ്റി. 2 huge legs of stone stand without a body. അപ്പോൾ 2 കാലുകളുണ്ട്, അതിൻ്റെ ബോഡി ഇല്ല, അതൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. ആൻഡ് നിയർ ഇറ്റ് ലൈസ് ആൻ എനോമസ് ക്രംബ്ലിംഗ് സ്റ്റോൺ ഹെഡ്. അപ്പം ഒരു ക്രംബ്ലിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോണിൻ്റെ ഒരു ഹെഡ് ഉണ്ട്, മീൻസ് പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ്. ദ സ്റ്റോൺ ഹെഡ് ഇസ് ഹാഫ് സങ്കൺ ഇൻ ദ സാൻഡ്. ആ സ്റ്റോൺ ഹെഡ് പകുതി ഇറ്റ് ഇസ് സങ്കൺ ഇൻ ദ സാൻഡ്, സാൻഡിൽ മുങ്ങിക്കിടക്കുകയാണ്, ആ മണലിൽ, ഡെസേർട്ടിൽ. The traveler tells the speaker that the frown and sneer on the statue's face shows that the sculptor may have understood the emotions of the statue's subject quite well. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് കണ്ടാൽ തോന്നും, ആ ഒരു ഫേസ്, സ്റ്റോണിൻ്റെ ഫേസ് കണ്ടാൽ തോന്നും ഈ സ്റ്റാച്യൂവിൻ്റെ ഒരു ഇമോഷൻസൊക്കെ അതിന് മനസ്സിലായി എന്നുള്ള രീതിയിൽ. ഓക്കെ, നശിച്ചു പോയതിൻ്റെ both the sculpture and his subject are now dead. ഓക്കെ, അപ്പോൾ ആ സ്കൾപ്ചർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും ഒക്കെ ഇറ്റ് ഇസ് ഡെഡ് നൗ. Yet the memory of those emotions stays stamped on the statue. ബട്ട് അതിൻ്റെ ഇമോഷൻസിൻ്റെ മെമ്മറി ആ ഒരു സ്റ്റാച്യൂവിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു സ്റ്റാച്യൂ കാണുമ്പോൾ വരുന്നു. Near the fallen face lies the pedestal of the statue where the traveler reads an inscription. അപ്പോൾ ഓരോ സ്റ്റാച്യൂവിന് അടുത്തൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഒരു പീസ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന്മേലാണ് ഈ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. അതാണ് പോയിട്ട് പറയുന്ന ഈ ഒരു ലൈൻസ് നമുക്ക് അനോട്ടേറ്റ് ചെയ്യാനുള്ളത്. മൈ നെയിം ഇസ് ഒസിമാൻഡിയാസ്, കിങ് ഓഫ് കിങ്സ്. ലുക്ക് ഓൺ മൈ വർക്ക്സ്, യെ മൈറ്റി ആൻഡ് ഡെസ്പെയർ. But then, other than this inscription, there is no other evidence of his greatness in the vicinity of the giant broken statue. അപ്പോൾ അവിടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലാതെ ആ ഒരു ഗ്രേറ്റ്നെസ് കാണിക്കാനുള്ള ഒന്നുമില്ല ആ ഒരു ബ്രോക്കൺ സ്റ്റാച്യൂ അല്ലാതെ. ഇറ്റ്സ് എ ജയൻറ്റ് സ്റ്റാച്യൂ, ഒരു വലിയൊരു സ്റ്റാച്യൂ ആണ്. ലോട്ട്സ് ഓഫ് സാൻഡ് ഇസ് ഓൾ ദാറ്റ് ലൈസ് അറൗണ്ട് ആസ് ഫാർ ആസ് വൺ ക്യാൻ സീ. ഒരുപാട് ദൂരം വരെ സാൻഡ് മാത്രമേ, മണൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇറ്റ്സ് എ ഡെസേർട്ട്. The poem's story is one of tyranny and how once powerful kings and heroes lost their significance or power as time passes. അപ്പോൾ ഈ കിങ്സൊക്കെ, പവർഫുൾ ആയിട്ടുള്ള കിങ്സൊക്കെ മരണപ്പെട്ടു പോയി. ഇങ്ങനെ ടൈം ഇങ്ങനെ പോകും തോറും അവരവരുടെ സിഗ്നിഫിക്കൻസ്, പവറൊക്കെ എങ്ങനെ ലോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഒസിമാൻഡിയാസ് എന്ന് പറയുന്ന കിങ് ഓഫ് കിങ്സ്, വലിയൊരു ഗ്രേറ്റ് ആളുടെ സ്റ്റാച്യു ആയിരുന്നത് ഒന്ന് കരുതാം. Next, what was he doing, the great god Pan, down in the reeds by the river, spreading ruin and scattering ban, splashing and paddling with hoofs of a goat? അപ്പോൾ ഇത് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന പോയിലാണ്. അപ്പോൾ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന പോയത്തിൽ എന്താ പറയുന്നത്, ഗോഡ് പാന് ഗോഡിൻ്റെ പേരാണ്. അപ്പോൾ ഒരു ഗോഡ് പാന് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു വുമണ് ഒരു റീഡിൻ്റെ ഫോമിലേക്ക് മാറുന്നുണ്ട്. റീഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. അപ്പോൾ ഗോഡ് ആ ഒരു പ്ലാന്റ്, ആ ഒരു റീഡ് തിരഞ്ഞു പിടിച്ച് ആ റീഡിനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആക്കിയിട്ട് മാറ്റാണ്. അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നത്, വാട്ട് വാസ് ഹീ ഡൂയിങ്, ദ ഗ്രേറ്റ് ഗോഡ് പാൻ, ഡൗൺ ഇൻ ദ റീഡ്സ് ബൈ ദ റിവർ, സ്പ്രെഡിങ് റൂയിൻ ആൻഡ് സ്കാറ്ററിങ് ബാൻ, സ്പ്ലാഷിങ് ആൻഡ് പാഡ്ലിംഗ് വിത്ത് ഹൂഫ്സ് ഓഫ് എ ഗോട്ട്. മീൻസ് വാട്ട് വാസ് ഹീ ഡൂയിങ്, ദ ഗ്രേറ്റ് ഗോഡ് പാൻ, എന്താണ് ആ ഗോഡ് പാൻ ചെയ്യുന്നത്. ഗോഡ് പാൻ അവിടെ റിവർ സൈഡിൽ റീഡ്സിൻ്റെ ഒക്കെ അടുത്ത് ആ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡൗൺ ഇൻ ദ റീഡ്സ് ബൈ ദ റിവർ, സ്പ്രെഡിങ് റൂയിൻ ആൻഡ് സ്കാറ്ററിങ് ബാൻ, ഒരു പ്രാന്ത് പിടിച്ചതുപോലെ എല്ലാം സ്കാറ്റർ ചെയ്തുകൊണ്ട് അവിടെ സെർച്ച് ചെയ്യുകയാണ്. ഈ റീഡാണ് അവിടെ സെർച്ച് ചെയ്യുന്നത്. സ്പ്ലാഷിങ് ആൻഡ് പാഡ്ലിംഗ് വിത്ത് ഹൂഫ്സ് ഓഫ് എ ഗോഡ്. സ്പ്ലാഷ് ചെയ്യുക, പാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പാഡിൽ ചെയ്യുക, ആ പ്ലോട്ട് ഇങ്ങനെ പാഡിൽ ചെയ്യുക, അതിങ്ങനെ തെറിപ്പിക്കുക അവിടെയുള്ള മണ്ണൊക്കെ. എന്നിട്ട് ഹൂഫ്സ് ഓഫ് എ ഗോട്ട്, ഒരു ഗോട്ട് അതിൻ്റെ ഹൂഫ്സ് കൊണ്ട്, ഹൂഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗോട്ടിൻ്റെ, ആടിൻ്റെ ആ ഒരു കാലിലുണ്ടാവുന്ന തിക്കായിട്ടുള്ള
പോർഷൻ, കാലിൻ്റെ താഴെയുള്ള ഭാഗം. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കിളക്കുന്നത് പോലെ കിളക്കുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത് ഗോഡ് പാന് എന്ന് പറയാണ്. So these are the starting lines from the poem A Musical Instrument by Elizabeth Barrett Browning. ആ സ്റ്റാർട്ടിംഗ് ബന്ധപ്പെട്ട് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് കേട്ടോ. The poem describes the crafting of God Pan's famous flute. The poem begins with the speaker's description of how God Pan was seen searching beside the river for something. അപ്പം എന്തോ റിവറിൻ്റെ അടുത്ത് എന്തോ സെർച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ലൈൻസ്. He is seen destroying lilies and scaring off the dragonflies there. There is a destructiveness in his actions and he shows a selfish disregard for nature here. അപ്പം നേച്ചറിനൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുത്തെ ലിലീസും ഡ്രാഗൺ ഫ്ലൈസിനൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് അവിടെ ഫുൾ നശിപ്പിച്ചിട്ട് സെർച്ച് ചെയ്യുന്നത് പോലെയാണ്. നേച്ചറിനെ ഒരു ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ് അവിടെ ഗോഡ് പാനിനെ കാണിക്കുന്നത്. This poem is based on the story of a god seeking out a reed who was once the woman he attempted to seduce. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗോഡ് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, സ്ത്രീ റീഡായി ആ റീഡിനെ സെർച്ച് ചെയ്യാണ്. In the poem, he is seen tearing out the reed until the last leaf and crafting it into a flute that produces mesmerizing music. അപ്പോൾ ആ റീഡിൻ്റെ ആ പ്ലാന്റിൻ്റെ ലീവ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിനെ ഒരു ഫ്ലൂട്ടാക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് നല്ല മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. The speaker ends the poem by showing her disapproval of God Pan's violence. അപ്പോൾ ഗോഡ് പാനിൻ്റെ വയലൻസിനുള്ളൊരു ഡിസപ്രൂവലൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു പോം എൻഡ് ചെയ്യുന്നത്. In these lines, the poet says that God Pan is searching something in the reed near the river. He is ruining the place and searching like he is mad. He is splashing and paddling the place like goats doing with their hooves. നമ്മൾ പറഞ്ഞതാണ്. Okay. Next question. Sophocles long ago heard it on the Aegean and it brought into his mind the turbid ebb and flow of human misery. അപ്പോൾ ഇത് മാത്യു അർണോൾഡിൻ്റെ ഡോവോ ബീച്ചിലെ ലൈൻസ് ആണ്. The main concern of the poem is about the speaker's struggle with life, love and faith in religion. അപ്പോൾ സ്പീക്കറിൻ്റെ ഒരു ലവ്, ലൈഫ്, റിലീജിയനിലുള്ള ഫെയ്ത്ത്, ഇതൊക്കെ വെച്ച് ഡീൽ ചെയ്യുന്നതാണ് ഡോവോ ബീച്ച് എന്ന് പറയുന്ന പോം. The poem starts with a calm beach at night. Here he goes back to the distant past and a distant land. Great Greek dramatist Sophocles too must have been reminded of the uncertain and sorrow of human life. When standing by the Aegean Sea, the speaker sees the ebb and flow of the tide, and this might be an allusion to Sophocles' Antigone, in which he compares heaven's curse to the ebb and flow of the sea. ഇപ്പോൾ ഡോവോ ബീച്ചിൽ മാത്യു അർണോൾഡിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ അങ്ങനെ പോവുകയാണ്, ഒരുപാട് സോറോസ് ആൻഡ് അൺസർട്ടൈനിറ്റീസ് ഓഫ് ഹിസ് ലൈഫ്. So he's saying that Sophocles long ago, Sophoclesum he have heard it on the Aegean Sea. അപ്പോൾ ഈ ഒരു സീയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സൊഫക്കിൾസും കേട്ടിട്ടുണ്ടാവും that sorrows and all, and it brought into his mind the turbid ebb and flow of human misery. അപ്പോൾ ഹ്യൂമൻ മിസറി അതൊരു ആ സൗണ്ട്, ഈ ബീച്ചിൽ നിന്നുള്ളൊരു സീ എന്നുള്ളൊരു സൗണ്ട് അത് കേൾക്കുമ്പോൾ ഒരു ഹ്യൂമൻ മിസറിയാണ് മൈൻഡിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That after many wanderings, many years of absence, these steep woods and lofty cliffs and this green pastoral landscape were to me more dear, both for themselves and for thy sake. അപ്പോൾ ഇത് ടിൻറ്റൺ അബ്ബേയിലെ ലാസ്റ്റ് ലൈൻസ് ആണ്. ടിൻറ്റൺ അബ്ബേ റിട്ടേൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. This poem opens with speaker's pronouncement that it has been 5 years since he last visited this place, encountered its peaceful rustic scenery. അപ്പോൾ ഇത് ടിൻറ്റൺ അബ്ബേയിലെ ലാസ്റ്റ് ലൈൻസ് ആണ്. ഇപ്പോൾ അതിൻ്റെ ഫുൾ നെയിം ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻറ്റൺ അബ്ബേ എന്നാണ്. അപ്പോൾ ടിൻറ്റൺ അബ്ബേയിലെ ആ ഒരു പ്ലേസ് പോയറ്റിന് വളരെ മെമ്മറബിൾ ആയിരുന്നു. ആ പ്ലേസിൽ നിന്ന് അവിടുന്ന് പോയതിന് ശേഷവും ഒരുപാട് ആ ഒരു സീനറി അദ്ദേഹത്തിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പോം തുടങ്ങുന്നത് ഇവിടെ വന്ന് ഇതൊക്കെ അനുഭവിച്ചിട്ടൊരു 5 years ആയി, 5 years ago എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് heard the murmuring waters of the river, Wordsworth's sister is now there with him in this present tour of Tintern Abbey.
അപ്പം ഈ മർമറിങ് ഓഫ് ദ വാട്ടേഴ്സ് സീനറി, പീസ്ഫുൾ സീനറി ഒക്കെ കണ്ടിട്ട് 5 വർഷം ആയി. ഇപ്പം 5 വർഷത്തിന് ശേഷം വേർഡ്സ്വർത്ത് അവിടെ വരുമ്പോൾ വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്ററും ഉണ്ട് കൂടെ ടിൻറ്റൺ അബേയിലുള്ള ടൂറിൽ. ആൻഡ് ഹി ഫീൽസ് ഷീ സ്റ്റിൽ ലുക്സ് അറ്റ് നേച്ചർ ആസ് എ കിഡ്. വേർഡ്സ്വർത്ത് പറയുകയാണ് വേർഡ്സ്വർത്തിന് സിസ്റ്റർ ഇപ്പം വേർഡ്സ്വർത്ത് പണ്ട് അവിടെ ഒരു കിഡായി നിന്നപ്പോൾ കുറച്ച് മുന്നേ എങ്ങനെയാണ് കണ്ടത് അതുപോലെയൊക്കെ വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഒരു കിഡ് കാണുന്ന രൂപത്തിലായിരിക്കും ഒരു നേച്ചറിനെ ഇപ്പോൾ കാണുന്നത്. സോ ടിൻറ്റൺ അബേ വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് പറയുന്നത്. ഹി ഇമാജിൻസ് ഹെർ ഗോയിങ് ത്രൂ ഓൾ ദ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് ഹീ ഡിഡ് and that one day she would be able to look at nature and understand nature the way he does now. അപ്പം വേർഡ്സ്വർത്ത് പറയുകയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്ററും വേർഡ്സ്വർത്ത് ഇപ്പം നേച്ചറിനെ കാണുന്ന ആ ഒരു രീതിയിൽ ആ ഒരു കണ്ണിലൂടെ വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്ററും ഒരു ദിവസം കാണുമെന്ന്. He imagines her coming back to the same spot after his death and remembers about the time that she was there with her brother. അപ്പം മരണശേഷം വേർഡ്സ്വർത്തിൻ്റെ മരണശേഷം സിസ്റ്റർ ഇവിടെ വന്നിട്ട് ബ്രദറിൻ്റെ കൂടെ ടിൻറ്റൺ അബേയിൽ വന്ന മെമ്മറീസൊക്കെ അവൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. ഷീ won't forget, he says, that after all of his wanderings and the many years of absence, the view from the banks of the Wye are even more precious to him than they were before, both for its own sake and for her sake. ഓക്കെ, അപ്പോൾ പ്രിറ്റി വ്യൂ ആണത് എന്ന് പറയുകയാണ്. That after many wanderings, many years of absence, the steep woods and lofty cliffs means കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങളിനി സിസ്റ്റർ ഇങ്ങനെ കുറേ വാണ്ടറിങ്സ് ഒക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ദി സ്റ്റീപ്പ് വുഡ്സ് ആൻഡ് ലോഫ്റ്റി ക്ലിഫ്സ്, ഇപ്പോൾ അവിടെയുള്ള ആ ഒരു സീനറി, ആ ലോഫ്റ്റി ക്ലിഫ്സ്, സ്റ്റീപ്പ് വുഡ്സ് ഒക്കെ, ആൻഡ് ദിസ് ഗ്രീൻ പാസ്റ്ററൽ ലാൻഡ്സ്കേപ്പ് വെർ ടു മീ, എനിക്കിങ്ങനെ ആയിരുന്നു അങ്ങനെ, മോർ ഡിയർ ബോത്ത് ഫോർ ദംസെൽഫ് ആൻഡ് ഫോർ ദൈ സേക്ക്. അങ്ങനെ ആയിരിക്കും സിസ്റ്ററിന് ഫീൽ ചെയ്യുക എന്നൊക്കെ പറയാണ്. ദൈ സേക്ക് മീൻസ് ഹിയർ യുവർ സേക്ക്, സിസ്റ്ററിനോട് പറയുന്നത് പോലെ. ഓക്കെ, സോ ഇതൊക്കെയാണ് അനോട്ടേഷനിൽ വന്ന പോംസ്. അപ്പോൾ ഒന്ന് ടിൻറ്റൺ അബേയിൽ നിന്ന് വന്നു പ്രീവിയസ് ഇയറിൽ, ഒന്ന് ഡോവോ ബീച്ചിൽ നിന്ന് വന്നു, ഒന്ന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വന്നു, പിന്നെ ഒസിമാൻഡിയാസ്, കുബ്ല ഖാൻ, ഷീ വാക്സ് ഇൻ ബ്യൂട്ടി ആൻഡ് ദ ബ്ലെസ്ഡ് ഡമോസൽസ്. ഇനി മറ്റ് പോയിംസിൽ നിന്നും വരാം. അപ്പം ഈ പേപ്പറിലെ അനോട്ടേഷൻസ് നോക്കുമ്പം ഓർത്ത് വെക്കാൻ പറ്റുന്ന പോംസൊക്കെ പഠിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാ പോംസും തന്നെ നോക്കേണ്ടി വരും, കാരണം ഏത് പോമെന്നാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നറിയില്ല. കുറേ പോംസ് ഉള്ളത് കൊണ്ട് പോംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അനോട്ടേഷൻസ്. ഇനി സെക്കൻഡ് സെക്ഷന് ഷോർട്ട് എസ്സേ ടൈപ്പ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. So that's all. If this video was helpful for you, please do consider subscribing to this channel. Thank you.